തിരുവനന്തപുരം വട്ടിയൂർക്കാവിലെ സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ 24 മാധ്യമപ്രവർത്തക മേഘന മുരളിയെ BJP പ്രവർത്തകർ കയ്യേറ്റം ചെയ്തതിൽ KUWJ പ്രതിഷേധിച്ചു. തത്സമയ റിപ്പോർട്ടിംഗിനിടെയുണ്ടായ അക്രമം അംഗീകരിക്കാൻ കഴിയില്ല. ഇത്തരം പ്രവർത്തകരിൽ നിന്ന് നേതൃത്വം പിന്തിരിയണമെന്ന് KUWJ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജിബിൻ ജബി വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത്. ജിബിൻ, ഇന്നലെ രാത്രിയിലാണ് സംഘർഷം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ ഈ സംഭവം ഉണ്ടായത്. എന്തൊക്കെയാണ് വിവരങ്ങൾ, ജിബിൻ? ഉന്മേഷ്, കഴിഞ്ഞ ദിവസം രാത്രി 6 മണിയോട് കൂടിയാണ് തിരുവനന്തപുരം ജില്ലയിലെ നെട്ടെ മലമുകൾ എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. 2 കുടുംബങ്ങൾ തമ്മിലുള്ള സംഘർഷം പിന്നീട് അത് BJP CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതിന് പിന്നാലെയാണ് BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത്. ഇതിനിടെയാണ് ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ 24-ന്റെ വാർത്താ സംഘത്തിന് നേരെ, പ്രത്യേകിച്ച് റിപ്പോർട്ടർ മേഘന മുരളിക്ക് നേരെ BJP പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തത്സമയം വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് അക്രമം ഉണ്ടായത്. മേഘന മുരളി ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയും തേടിയിട്ടുണ്ട്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ KUWJ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം വാർത്ത, അതും ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെ മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഈ അക്രമം എന്ന് പറയുന്നത് ജനാധിപത്യത്തോടും മാധ്യമ സ്വാതന്ത്ര്യത്തോടുമുള്ള വെല്ലുവിളി എന്നാണ് KUWJ പ്രതിഷേധക്കുറിപ്പിൽ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ടത് മേഘന മുരളി ആക്രമിക്കുന്ന സമയത്ത് അവിടെ 2 BJPയുടെ വനിതാ കൗൺസിലർമാർ കൂടി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് എടുത്തു പറയുന്നത്. അക്കാര്യം കാര്യങ്ങളിൽ, അതായത് മാധ്യമപ്രവർത്തകർക്ക് നേരെയുള്ള ഈ അക്രമ സ്വഭാവത്തിൽ നിന്ന് BJP എത്രയും വേഗം പിന്തിരിയണം എന്നുള്ള ഒരു കാര്യം കൂടി KUWJ ഈ പ്രതിഷേധക്കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ അക്രമത്തിൽ നിലവിൽ ഇപ്പോൾ വട്ടിയൂർക്കാവ് പോലീസ് 2 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പോലീസിനെ ആക്രമിച്ച സംഭവത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഇതുവരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. പോലീസിന് പ്രത്യേകിച്ച് കമ്മീഷണർ, വനിതാ സെൽ ഉൾപ്പെടെയുള്ളവർക്ക് 24 ഇപ്പോൾ പരാതി നൽകാനായി ഒരുങ്ങുകയാണ്. ഉന്മേഷ്, ശരി. ജിബിൻ ജബിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.